കീം 2026 അപേക്ഷിച്ച വിദ്യാർത്ഥികളോടാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനും ഫാർമസി എൻട്രൻസ് എക്സാമിനേഷനും എഴുതാൻ പോകുന്നവരോട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരമാണിത്. പരീക്ഷയുടെ കാര്യത്തിൽ 17-ാം തീയതി മുതൽ ഏപ്രിൽ 17 മുതൽ 22-ാം തീയതി വരെയുള്ള ടൈമുകൾ, ആ ദിവസങ്ങളിൽ വ്യത്യസ്ത ടൈമുകളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സൈറ്റിൽ കയറുക. കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിൻ്റെ സൈറ്റിൽ കയറുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു പേര്, മറ്റ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ ഇല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഗ്രീവൻസസിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഒന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കളർ പ്രിൻ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ കളർ പ്രിൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ താഴെ കുറേ ഡീറ്റെയിൽസും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധാപൂർവം വായിച്ച് വേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്യാം. ഇനി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കയറുമ്പോൾ അപേക്ഷിച്ച ആളുകൾ, ചില ആളുകളുടെ അഡ്മിറ്റ് കാർഡ് കാണാതിരിക്കാൻ സാധ്യതയുണ്ട്. ആ കാണാതിരിക്കാൻ സാധ്യതയുള്ളത് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അതിനൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി വീണ്ടും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് റിലീസാവും, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. ദെൻ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്, അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെക്കാനുള്ള രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്, 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൽ PDF ഫോർമാറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും തടഞ്ഞു വെക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 10th സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുക. തന്നിരിക്കുന്ന ലിങ്കിൽ കയറി അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 15 4 മണി വരെയാണ്. അതിനുള്ളിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തടയപ്പെട്ടത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കാം. ദെൻ മൂന്നാമതൊരു കാര്യം പറയുന്നത്, ഈ തടയപ്പെടാനുള്ള മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഫീസ് റെമിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ രണ്ടാമത് പലതും ആഡ് ചെയ്യേണ്ട ഘട്ടം വന്നപ്പോൾ ആഡ് ചെയ്തിട്ട് ഫീസ് റെമിറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഫീ റെമിറ്റൻസ് നടന്നിട്ടില്ലെങ്കിലും ഈ അഡ്മിറ്റ് കാർഡ് തടയപ്പെടും. അപ്പോൾ അതിൻ്റെ ലിങ്കിൽ കയറി ആ പേയ്മെൻറ്റും തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡുകൾ റിലീസ് ചെയ്യും. അഡ്മിറ്റ് കാർഡ് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് പോവുക. പരീക്ഷാ സെൻറ്ററുകൾ കൃത്യമായിട്ട് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ 17-ാം തീയതി ഏപ്രിൽ 17 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂറാണ്. ഫാർമസി വരുന്നത് ഏപ്രിൽ 18 മുതൽ 20-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ, ആ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 11:30 വരെയുള്ള 1.5 മണിക്കൂറാണ്. അതിൻ്റെ ഒരു പാറ്റേൺ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ദെൻ എൻജിനീയറിംഗിൽ വരുന്നത് ഒരു മാത്സിനുള്ള 75 ക്വസ്റ്റ്യൻ 300 മാർക്ക്. ദെൻ ഫിസിക്സിനുള്ള 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിലുള്ള 30 ക്വസ്റ്റ്യൻ. ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമ്മൾ 4 മാർക്ക് വെച്ചിട്ട് 600 മാർക്കാണ് പറയുന്നത്. 300 മാത്സിനും അതുപോലെ 300 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കുമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മണിക്കൂർ പരീക്ഷ എഴുതാനുള്ള ടൈം ഉണ്ടാവും. 150 ക്വസ്റ്റ്യന് 180 മിനിറ്റാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സമയം കൃത്യമായിട്ട് പാലിച്ച് പരീക്ഷയ്ക്ക് എഴുതുക. ഇനി ഫാർമസിയിലേക്ക് വരുമ്പോൾ 1.5 മണിക്കൂർ ടെസ്റ്റിൽ ടോട്ടൽ 75 ക്വസ്റ്റ്യനിൽ 45 ക്വസ്റ്റ്യൻ ഫിസിക്സും 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയാണ്. മൊത്തത്തിൽ 300 മാർക്കാണ് ഫാർമസിയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് പിന്നീട് മാർക്ക് ആഡ് ചെയ്യേണ്ടടുത്ത് മാർക്കൊക്കെ ആഡ് ചെയ്ത് പരിഗണിച്ച് റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ എക്സാമിനേഷന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യസമയത്ത് നേരത്തെ എത്തുക. റിപ്പോർട്ടിംഗ് ടൈം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിംഗ് ടൈമിന് നിങ്ങൾ എത്തേണ്ടതുണ്ട്. വല്ലാണ്ട് വൈകാൻ പാടില്ല എന്നുള്ളത് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രാഫിക് ഇഷ്യൂസ്, റോഡ് പണി, ഇതൊക്കെ പറഞ്ഞിട്ട് വൈകരുത്. അത് നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ എക്സാം സെൻറ്ററും നിങ്ങളുടെ വീടും നമ്മൾ ദൂരമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി യാത്രാ സൗകര്യങ്ങളും വിലയിരുത്തിയിട്ട് കൃത്യമായിട്ട് സമയത്ത് എത്തുക. ഇനി അഡ്മിറ്റ് കാർഡ് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് മാത്രം പോരട്ടോ, നിങ്ങളുടെ കയ്യിൽ ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. അത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ആവാം. ദെൻ മറ്റൊന്ന് നിങ്ങളുടെ ആധാർ, ആധാർ, വോട്ടേഴ്സ് ID, റേഷൻ കാർഡ്. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 12th ഹോൾ ടിക്കറ്റോ അഡ്മിറ്റ് കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും കയ്യിൽ കയറ്റാം. പാസ്പോർട്ട് ആവാം. ദെൻ ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ നിങ്ങളുടെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും നിങ്ങളൊരു ഈ പറഞ്ഞ
ഹാൾ ടിക്കറ്റിലുള്ള അതേ ആൾ തന്നെയാണെന്ന് പറയുന്നൊരു ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റും കൂടി തന്നാൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാവരുടെയും കയ്യിൽ ഇത് ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് ഒറിജിനൽ ഇതും കയ്യിൽ വെച്ചായിരിക്കണം നിങ്ങൾ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യാം. കീമുമായിട്ട് ബന്ധപ്പെട്ട നീറ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ അല്ലെങ്കിൽ ആശങ്കകളോ ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ നീറ്റിൻ്റെയും കീമിൻ്റെയും പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ലിങ്ക് ഇടുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ, ഇത്തരം കാര്യങ്ങൾ, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, then അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഉത്തരങ്ങളും സംശയ ദൂരീകരണവും ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മറ്റുള്ളവരിലേക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ എത്തിക്കുകയും ചെയ്യാം. എക്സാം നന്നായി മനസമാധാനത്തോടെ എഴുതാൻ പറ്റട്ടെ, നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.